കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ നട തുറന്നു കേട്ടോ. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പന് ഉച്ചപൂജ കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട്. എന്താ വെച്ചാല് ഇന്ന് പൂർണ്ണത്രയീശനായിട്ടാണ് ചാർത്തിരിക്കണത്. അനന്തനങ്ങനെ ഇങ്ങനെ അനന്തനങ്ങനെ ചിറ്റിയിട്ട് ഒരു പീഠം പോലെ ആനന്ദന്റെ മുകളിൽ ആ പൊന്നു ഗുരുവായൂരപ്പൻ കയറിയിരിക്കുന്നത്. ഇടത്തെ കാല് തൂക്കിയിട്ടിട്ടുണ്ട്, വലത്തെ കാല് മടക്കി വെച്ചിട്ടുണ്ട്, രണ്ട് കാലും പിന്നെ തളകൾ ചാർത്തിയിട്ടുണ്ട്, ചുവന്ന പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അരയിൽ കിങ്ങിണി കാണാണ്ട്, കഴുത്തിൽ നല്ല ഭംഗിയുള്ള ഒരു മുല്ലമൊട്ടുമാല, ഒരു പതക്കം കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. കൈവളകള് തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. 4 കൈകളോട് കൂടിയായിട്ടാണ് ഇന്ന് പൂർണ്ണത്രയീശ്വരൻ ശ്രീലകത്ത് നിൽക്കുന്നത് കേട്ടോ. ശംഖ് ചക്ര ഗദാ പത്മത്തോട് കൂടിയിട്ട്, ശംഖും ചക്രം സ്വർണത്തിന്റെ കൊടുത്തിട്ട്, ഗദ ചന്ദനം കൊണ്ടാണ് ചാർത്തിരിക്കുന്നത്. പത്മം ഒരു താമരപ്പൂ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഇടത്തെ കാലിങ്ങനെ തൂക്കിയിട്ടുണ്ട്, വലത്തെ കാലിങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. പൂർണ്ണത്രയീശൻ എങ്ങനെയായിരിക്കുന്നത് അതുപോലെ തന്നെ. പൂർണ്ണത്രയീശന്റെ പിന്നിൽ കൊട പോലെ അനന്തന്റെ പത്തി വിടർത്തിയിട്ടുണ്ട്. നേരെ മുകളിലായിട്ട് പത്തി വിടർത്തി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നല്ല രസമായിട്ട്. ചെവിയിൽ ചെവിപ്പൂക്കള്, നെറ്റിമിൽ സ്വർണ്ണഗോപി, നല്ല മന്ദഹാസത്തോടുകൂടി പൂർണ്ണത്രയീശൻ എല്ലാവരും അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. നല്ല ഭംഗിയായിട്ട് കിരീടം ചാർത്തിയിട്ടുണ്ട്. ആ കിരീടത്തിന്റെ മുകളിൽ നിറയെ ഇങ്ങനെ കുഞ്ഞായിട്ട് നല്ല ഭംഗിയുള്ള കിരീടമാണ്. നല്ല രസമായിട്ട് നല്ല ഭംഗിയായിട്ട് കിരീടമൊക്കെ ചാർത്തി നല്ല രസമായിട്ടുള്ള പൂർണ്ണത്രയീശൻ ആ ശ്രീലകത്ത് നിൽക്കുന്നത് കേട്ടോ. നല്ല കൗതുകത്തില് 2 തിരുമുടി മാലകളാണ് ചാർത്തിരിക്കുന്നത്. ഒന്ന് തെച്ചിയും തുളസിയും, ഒന്ന് വെളുത്ത പൂവും തുളസിയും. കഴുത്തിൽ നല്ല ഭംഗിയുള്ള 2 ഉണ്ടമാലകൾ ചാർത്തിയുണ്ട്. താമര, തുളസി, തെച്ചി അങ്ങനെയായിട്ടൊരു ഉണ്ടമാല, പിന്നെ വെളുത്ത പൂവും തുളസിയായിട്ടൊരു ഉണ്ടമാല. അങ്ങനെ 2 ഉണ്ടമാലകളും ചാർത്തിയിട്ടുണ്ട്, 2 തിരുമുടി മാലകളും ചാർത്തിയിട്ടുണ്ട്. പൂർണ്ണത്രയീശനെ ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. അതാണ് എന്താ അനന്തന്റെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരുന്ന് അനന്തൻ കൊട പോലെ ചൂടി, അങ്ങനെ അനന്തൻ നല്ല ഭംഗിയായിട്ട് പാമ്പനെ നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. ചന്ദനം കൊണ്ട് അങ്ങനെ ചാർത്തി നല്ല രസമായിട്ട്. അങ്ങനെ പൊന്നു ഗുരുവായൂരപ്പൻ നിന്ന് ഇടത്തെ കാല് തൂക്കിയിട്ട് വലത്തെ കാല് മടക്കി വെച്ച് നല്ല സന്തോഷത്തോടു കൂടി ശംഖചക്ര കഥാപത്മത്തോടു കൂടിയിട്ടാണ് ഇരിക്കുന്നത്. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ പൂർണ്ണത്രയീശ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. കൈ രണ്ടും കൂപ്പി ഞാൻ വീണ്ടും ഇരക്കുന്നു നിരജാലോചന നിന്നോടായി. ഏതീനു മന്യനെ കുമ്പിടേണ്ടാത്തൊരു രീതിയിൽ നീ എന്നെ പാലിക്കുന്നായി. കൃഷ്ണ ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ ആ പൂർണ്ണത്രയീശൻ്റെ തൃപ്പാദത്തിൽ അങ്ങനെ വീണ് നമസ്കരിക്കുക. ഇടത്തെ കാലം ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. ആ തൃപ്പാദം മുറുകെ പിടിച്ച് ആ തിരുമുഖത്തേക്ക് നോക്കി ഉറക്ക നാമം ജപിക്കാം. നമുക്ക് പൂർണ്ണത്രയീശൻ അനുഗ്രഹിച്ചുകൊണ്ടാണ് നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് നിൽക്കണം കേട്ടോ. നല്ല രസമായിട്ട് ചാർത്തിയിട്ടുണ്ട്. ജപിക്കല്ലേ നാമം, അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി, ഭക്തി ഉണ്ടാക്കി തന്നെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഉറക്ക നാമം ജപിക്കാം. നാരായണ 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 ഹരേ ഹരേ.